രേണുസുതിയുടെ പരാതിയാണ്. ക്യാൻസർ വന്നപ്പോൾ ആളുകളുടെ കുറ്റം പറച്ചിൽ കുറയുമെന്ന് കരുതി, പക്ഷേ കൂടിയതല്ലാതെ കുറവില്ല. രേണുസുതിയുടെ ഒരു ഇന്റർവ്യൂ ആണ് കഴിഞ്ഞ ദിവസം. ആരാ നമ്മുടെ ആങ്കർ ചിത്ര ഒരു ഇന്റർവ്യൂ ചെയ്യുന്ന ഞാൻ കണ്ടു. ഇങ്ങനെ അതിനകത്തായിരിക്കും രേണുസുതി ഇങ്ങനെ പറഞ്ഞു തന്നത്. ശരിയാ, കുറച്ചേരെ കണ്ടുള്ളൂ. ഇനി ഞാൻ രേണുസുതിയുടെ സുഖം ഉള്ളപ്പോഴോ ഇല്ലാത്തപ്പോഴോ ഉള്ള വീഡിയോകളൊന്നും അങ്ങനെ അധികം കാണാറില്ല. പക്ഷെ അറിയാറുണ്ട് രേണുസുതിയുടെ പ്രത്യേകിച്ച് വിരോധവും ആദ്യവും ഇല്ല, ഇപ്പോഴും ഇല്ല, പ്രത്യേകതകൾ ഒന്നും തന്നെ കാണുന്നില്ല. എന്തുകൊണ്ടാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ രോഗിയായിട്ട് എനിക്കറിയാവുന്നത് രേണുസുതിയെ മാത്രമല്ല, ഒരുപാട് കുഞ്ഞുങ്ങളും എല്ലാ പ്രായത്തിലുള്ളവർക്കും ക്യാൻസർ ഉണ്ട്. അതിനകത്ത് രേണുസുതിക്ക് നാളെ എനിക്കോ നിങ്ങൾക്ക് എല്ലാവർക്കും വരാവുന്ന ഒരു രോഗമാണ്. എനിക്ക് തീർച്ചയായിട്ടും വരാൻ സാധ്യതയുള്ള രോഗമാണ് ക്യാൻസർ. ഞാൻ ക്യാൻസർ വന്ന് മരിക്കാനൊക്കെ സാധ്യതയുണ്ട്. അത് അങ്ങനെയൊക്കെയാണ് എന്നെ പറ്റിയുള്ളൊരു വിചാരം. വണ്ടി ഇടിച്ചോ തല്ലിക്കൊല്ലോ ഹാർട്ട് അറ്റാക്ക് വരുമോ ഒക്കെ ചെയ്താണല്ലോ നമുക്ക് മരിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം എല്ലാവരും മരിക്കുന്ന പോലെ ഞാനും മരിക്കും, നിങ്ങളും മരിക്കും, രേണുസുതി മരിക്കും എന്നൊക്കെയുള്ളതാണ് എൻ്റെ ഒരു അങ്ങനെയൊക്കെ ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ പക്ഷേ ഇവിടുത്തെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ രേണുസുതി അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ചില പരിപാടികൾ കാരണം രേണുസുതിയോട് പലർക്കും വിരോധം. രേണുസുതി ഇങ്ങനെ ഇരിക്കാൻ പാടില്ല. രേണുസുതിയുടെ ഭർത്താവ് മരിച്ചപ്പോൾ തന്നെ വെള്ള സാരി എടുത്ത് ഒരു വിധവയായി ദുഃഖിച്ച് എന്നും അങ്ങനെ ദുഃഖത്തോടു കൂടി ജീവിക്കണം, അല്ലാതെ ഇങ്ങനെയൊക്കെയാണോ? അവർക്ക് അവരുടെ ജീവിതം അവർ എങ്ങനെയൊക്കെ ജീവിക്കട്ടെ എന്നുള്ള മെന്റാലിറ്റി അപ്പോഴും എനിക്കുള്ളൂ. കാരണം എന്താണ്, നാളെ ഈ അവസ്ഥ എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും വരുന്ന ഒരു അവസ്ഥ മാത്രമാണ്. ഭർത്താവ് മരിക്കുന്നതോ ഭാര്യ മരിക്കുന്നതോ അച്ഛൻ മരിക്കുന്നതോ അമ്മ മരിക്കുന്നതോ മക്കൾ മരിക്കുന്നതോ എല്ലാം ആർക്കും വരാം. ഈ ക്യാൻസർ വരുന്നതോ ഈ ഹാർട്ട് അറ്റാക്ക് വരുന്നതോ ഈ ബ്രെയിൻ ട്യൂമർ എന്ത് പഴം വന്നെന്ന് പറഞ്ഞാൽ കൈയും കാല് ഓടിക്കുന്നതോ വണ്ടി ഇടിക്കുന്നതോ എല്ലാവർക്കും വരാവുന്ന കാര്യമായതുകൊണ്ട് ആ അവസ്ഥയിലും നമുക്ക് പ്രശ്നമില്ല. പക്ഷേ ഇവിടെ പ്രശ്നം പറ്റി എന്നാണെന്നറിയോ, ഞാൻ പോലീസ് വിളിച്ചു. അപ്പോൾ അവർ സ്റ്റേഷനിൽ കൊണ്ട് നിർത്തി. ഞാൻ ആദ്യം മുതൽ അവസാനം വരെ അങ്ങനെ അഭ്യാസം കാണിക്കുകയും ഗോഷ്ടി കാണിക്കാൻ നിന്ന് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ കാണിക്കുന്നവന്മാരെ കണ്ടിട്ടുണ്ടോ? പോലീസുകാർ വിളിച്ചോണ്ട് ഷോ, പോലീസുകാരുടെ മുന്നിൽ കിടന്ന് ഷോ ഒക്കെ കാണിക്കുമ്പോൾ ഏതോ പന്ന സിനിമയിലൊക്കെയുള്ള ചില കൂറ നായകന്മാരുടെ ഓർമ്മയിലൊക്കെ ആയിരിക്കും ഇതൊക്കെ കാണിക്കുന്നത്. പോലീസിന് പുല്ല് വില. ശരി, അവരുടെ ഭാഗത്തുനിന്ന് അത്ര കറക്റ്റായ നടപടിയൊന്നും അല്ല ഉണ്ടായെന്ന് എനിക്ക് നല്ലപോലെ അറിയാം. എനിക്ക് അതിനെ ഓവർകം ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് വെച്ചിട്ടും കൂടെ ആയിരിക്കും നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നതെന്ന് വിചാരിക്കും. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ ഷോ കാണിക്കാൻ വേണമെങ്കിൽ നമുക്കറിയാം ഇതിനകത്ത് ഇത്രയൊക്കെ സംഭവിക്കാനുള്ളൂ, അല്ലെങ്കിൽ ഇതുപോലത്തെ കാര്യം നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, നാളെ ഇവർക്ക് നാണക്കേണ്ട ചാൻസ് ഉണ്ടെന്ന് അറിയാം. പക്ഷെ എന്നാൽ പോലും ഈ പറഞ്ഞ ആ ഒരു സ്ഥലത്ത് നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ എന്തായിട്ടാണ് നിൽക്കുന്നത്? നമ്മൾ അവരുടെ മൊത്തത്തിലുള്ള പോലീസ് സിസ്റ്റത്തിന്റെ കാഴ്ചപ്പാടിൽ ഒരു കുറ്റക്കാരനാണെന്നുള്ള രീതിയിലാണല്ലോ അവർ നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അതൊരു പ്രത്യേക പോലീസുകാരന്റെ പ്രത്യേകമാവാം. അയാൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ആ ഒരു സെറ്റപ്പിൽ കൂടെ വരുമ്പോൾ അത് ശരിയാ, പിന്നീട് കോടതിയിലൊക്കെ തെളിയും. അപ്പൊ തന്നെ ചിലപ്പോൾ ഒരു കുറച്ചു നേരം കഴിയുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും ഇതൊരു കള്ളത്തരമാണ്, ഈ പറഞ്ഞ പോലീസുകാരൻ എന്ത് കുഴപ്പമുണ്ട്, കള്ളനാണ്, അയാൾ കറക്റ്ററാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ ആ സിസ്റ്റത്തിൽ ചെന്ന് വന്നുകൊണ്ട് അവിടെ കിടന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കും ചിലർ. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അത് മൊത്തത്തിലുള്ള പിന്നെ ആ ഒരു ഇത് മനസ്സിലാകുന്നില്ല ഇവർക്ക്. ഇത് ആ സിസ്റ്റത്തിനെ മൊത്തത്തെ വെല്ലുവിളിക്കുന്ന പോലെയാണ് ഈ അയ്യങ്കനോ ഒരു അജീഷ് അയങ്കി ചെയ്തതിനകത്തുള്ള പ്രശ്നം അതൊക്കെയാണ്. അങ്ങനൊന്നും ചെയ്യരുത്. കാരണം അവിടെ എല്ലാ തരത്തിലുള്ള മനുഷ്യരും അവിടെ ഉണ്ട്, നല്ല പോലീസുകാരുണ്ട്, ഇമാതിരി വൃത്തിയായിട്ട് കൈക്കൂലി മേടിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും സ്വാധീനത്തിനോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്താ പറയണ്ടേ വലിയ ആൾക്കാരുടെയൊക്കെ ഇറാൻ മൂളികളായ അല്ലെങ്കിൽ അവരുടെയൊക്കെ ഔദാര്യം പറ്റി ജീവിക്കുന്ന പോലീസുകാരും ഉണ്ട്. മനസ്സിലാവുന്ന അല്ലാതെ ഇത് കൈക്കൂലി മേടിക്കാത്തവരൊക്കെ അവിടെ ഉണ്ട്. അവർക്ക് ഇതിനോട് താല്പര്യവും കാണത്തില്ല. ചിലപ്പോൾ ഈ പറഞ്ഞ പരിപാടി അവതരിപ്പിക്കുന്നത് ഇവന്റെയൊക്കെ ഒരുത്തന്റെ അവനൊരു അവിടുത്തെ മുതിർന്ന ഓഫീസർ ആയതുകൊണ്ട് മാത്രം നടന്നു പോകുന്ന പരിപാടികളൊക്കെ ആയിരിക്കും. അപ്പോൾ നമ്മൾ പക്ഷേ അവിടെ ചെന്നുകൊണ്ട് ഇങ്ങനെയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ അത് അവരെ കൂടെ കാണിക്കുന്നതിന് തുല്യമായിരിക്കും. മനസ്സിലായി? നമുക്കറിയാലോ, എന്നാൽ എനിക്കറിയാം നല്ല പോലീസുകാരെ എനിക്കറിയാം, നല്ല ഒന്നൊന്നര ഓഫീസേഴ്സ് ഉണ്ട് അതേ സ്റ്റേഷനിൽ തന്നെ ഉണ്ട്, മാന്യമായിട്ട് ഇടപെടാൻ പറ്റുന്ന അല്ലെങ്കിൽ കൃത്യമായി ജോലി ചെയ്യുന്ന അന്തസ്സായി ജീവിക്കുന്ന, എന്നാൽ ഇവന്മാരെ പോലെ കള്ളത്തരം കാണിച്ച് കൈക്കൂലിയും മേടിച്ച് തെണ്ടിത്തരം കാണിച്ച് നടക്കാത്ത പോലീസുകാരെ നമുക്കറിയത്തില്ലേ? അവരെയും കൂടി ഇങ്ങനെ കാണിക്കുന്നതല്ല, എല്ലാവരും ഇങ്ങനെ കാണിക്കുന്ന അവർക്ക് ഇഷ്ടപ്പെടത്തില്ല എന്ന് പറഞ്ഞതുപോലെയാണ് രേണുസുതിയുടെ ക്യാൻസർ സംബന്ധമായ ഈ പരിപാടി വന്നപ്പോൾ ആ ഒരു അവതരണം ഉണ്ടല്ലോ, അവിടെ കിടന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെയും ഈ പഴയ കുറ്റം പറച്ചില് മക്കള് അതൊക്കെ കച്ചറ ഉണ്ടായിരുന്നേ. അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. അതെങ്ങനെ ഉണ്ടാവുന്നേ? നിങ്ങൾ എന്തോ വിചാരിച്ചു ഞാൻ ഇലക്ഷൻ നിന്നപ്പോൾ ഈ കൂത്രത്തരം പോലെ എന്തെങ്കിലും കാണിക്കും, ആരെങ്കിലും ചീത്ത വിളിക്കുമെന്ന് വിചാരിച്ചു? ഞാൻ ചെയ്യത്തില്ല. കാരണം ഞാൻ നിൽക്കുന്ന സ്ഥലം അല്ലെ എൻ്റെ അന്നത്തെ സിറ്റുവേഷൻ അനുസരിച്ച് ഞാൻ ബിഹേവ് ചെയ്തുള്ളൂ. ആശുപത്രി ചെന്നാൽ ആശുപത്രി അവിടെ ഒരു ബിഹേവിയർ ഉണ്ട്, പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ അതിനനുസരിച്ച് അതിൻ്റെതായ ഒരു ബിഹേവിയർ ഉണ്ട്. നമ്മൾ ഈ സ്ഥലം മാറിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തു പോയുള്ള പ്രശ്നമായത്. അങ്ങനെ ശരി, എൻ്റെ ജീവിതത്തിൽ പല സംഭവിച്ചതാണ്. എനിക്ക് ചിലപ്പോൾ ഈ പറയുന്ന പോലീസിൽ ചെല്ലുമ്പോൾ എനിക്ക് എന്താ പറയണ്ടേ, എനിക്ക് അന്നത്തെ ദിവസം ഞാൻ കുളിച്ച് കാണത്തില്ല, ചിലപ്പോൾ ഫുഡ് കഴിച്ച് കാണത്തില്ല. അതെൻ്റെ മാത്രം പ്രശ്നമാണ്. അതുപോലെയാണ് ഈ ജീവിതത്തിൽ പലതും സംഭവിക്കും. മരിച്ചുപോയി, ഭർത്താവ് മരിച്ചു പോയി അങ്ങനെ ഇവർ പറയുന്ന പോലെ ഇരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞിട്ട്, ഒരു ആശുപത്രി ചെന്ന് കഴിഞ്ഞിട്ട്, ഒരു കല്യാണ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട്, ഒരു മരണ വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ആ അന്തരീക്ഷത്തിന്റെ ഒരു പ്രത്യേകതയാണ്. ചില സ്ഥലത്ത് നമ്മൾ ആവശ്യമില്ലാത്ത ബിഹേവിയർ ചെയ്യാൻ പാടില്ലെന്നേ. നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ ഏതോ സിനിമയ്ക്കകത്ത് പറയത്തില്ല, സിഗരറ്റ് ഇവിടെ നിന്ന് വലിക്കുന്നത് കോണ്ടം വയ്ക്കുന്നുണ്ട്, അവിടെ ഒന്ന് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരു സാധനം ഒന്നും ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ അതാത് സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ്. മനസ്സിലായില്ലേ? എല്ലാവരും എല്ലായിടത്തും ഇപ്പോൾ കോടതി ചെന്ന് കഴിഞ്ഞാൽ രാവിലെ അങ്ങോട്ട് കയറി ചെന്നിട്ട് ജഡ്ജിനെ കണ്ടിട്ട് ഹലോ ജഡ്ജി എന്നാ ഉണ്ടാ എന്നൊക്കെ വിളിക്കാൻ പറ്റുമോ? അല്ല, ഞാൻ അങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്ന ആളാണെന്നേ. ഞാൻ പുറത്തൊക്കെ അങ്ങനെയാ. എൻ്റെ അയൽവക്കത്തുള്ളവരൊക്കെ രാവിലെ ഉടുപ്പൊക്കെ ഇരിക്കുമല്ലേ ജഡ്ജി, ചൂടെടുക്കുന്നില്ലേ, ഇവിടെ എ സി ഒക്കെ മേടിച്ച് വെക്ക് എന്നൊക്കെ പറയാൻ പറ്റൂ എന്ന് പറഞ്ഞൊരു വ്യത്യാസമുള്ള സ്ഥലത്ത് വന്നപ്പോൾ അതിൻ്റെതായ രീതിയിൽ അവിടെ ബിഹേവ് ചെയ്യാൻ പറ്റാതെ പോയപ്പോൾ ആൾക്കാർക്കുണ്ടായ സംശയമൊക്കെയാണ്. അതൊക്കെയാണ് പ്രശ്നമായത്. അതായത് ഇവർക്ക് ക്യാൻസർ ഇല്ല എന്ന് കുറച്ച് പേര്, ഇതൊക്കെ കെട്ടിവെച്ചുകൊണ്ടിരിക്കുന്നത് ചുമ്മാതാണെന്ന് പറഞ്ഞ് കുറച്ച് പേര്. അതേസമയം അങ്ങനെയൊന്നും ഒരിക്കലും പറയത്തില്ല കേട്ടോ, ആരും അത് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. അത് തെറ്റിപ്പോകുന്നത് ഈ ഒരു രീതിയിൽ. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ രേണുസുതിക്ക് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം അറിയാവുന്നവർ എനിക്ക് സംശയമുണ്ട്. കാരണം ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഭർത്താവ് മരിച്ച സ്ത്രീ ഇങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ല, അത് അയാളുടെ പേഴ്സണൽ ഏരിയ ആണ്, അയാളുടെ പേഴ്സണൽ ലൈഫാണ്. അവിടെ വേറെ ആർക്കും കയറി ഇടപെടാനുള്ള യാതൊരുവിധ
റൈറ്റ്സും ഇല്ല, അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യവും ഇല്ല. അവരുടെ കാര്യം അത്. അതേസമയം ഈ ആശുപത്രി പോകുന്ന സ്ഥലത്തോ പോലീസ് സ്റ്റേഷൻ എന്ന സ്ഥലത്തോ കോടതി എന്ന സ്ഥലത്തോ അല്ലെങ്കിൽ മിലിറ്ററി പ്രൊട്ടക്റ്റഡ് ഏരിയ എന്നൊക്കെ പറയുന്നിടത്തൊക്കെ ബിഹേവ് ചെയ്യേണ്ട രീതിയുണ്ട്. അത് തെറ്റിപ്പോയ വേറെ ആളാണ് മോഹൻലാൽ റെസ്ക്യൂ ഓപ്പറേഷൻസ് നടക്കുന്ന സ്ഥലത്ത്, ഈ ചുരൽമല എന്ന് പറഞ്ഞ സ്ഥലത്ത് പോകേണ്ട ആവശ്യമേ ഇല്ലാത്ത ഒരാൾ ഒരിക്കലും അങ്ങനത്തെ സ്ഥലത്ത് ഈ മോഹൻലാലിനെ പോലത്തെ ഒരാൾ എന്ത് കേണ പദവിയുള്ള ഒരാൾ പോകേണ്ട സ്ഥലമല്ല, മേജർ രവിക്കും പോകാൻ പറ്റാത്ത സ്ഥലമാണ്. പോകാം, അതിന്റെ അവരുടെ ബാരിക്കേഷൻ അകത്തോട്ട് കയറാൻ പാടില്ല, അതിന്റെ ബോർഡർ ലൈൻ ഉണ്ട്, ഈ മഞ്ഞ ഇത് വെച്ച് കെട്ടത്തില്ല എന്ന് പറഞ്ഞ പോലെ അതിനപ്പുറത്തോട്ട് പ്രവേശിക്കാൻ പാടില്ലാത്തതാണ്. അങ്ങനെ മലയിലൊക്കെ നോക്കുന്നുണ്ട് കുഴപ്പമില്ല, ഈ ലൈൻ പുറത്ത് വന്നുകൊണ്ട് വേണമെങ്കിൽ അവർക്ക് ആ ഫോട്ടോഷൂട്ട് വീഡിയോ ഇതൊക്കെ നടത്താമായിരുന്നു. പക്ഷേ ഇതിനകത്ത് കയറാൻ യാതൊരു യോഗ്യതയും ഇല്ലാത്ത, കയറാനേ പാടില്ലാത്ത രണ്ടുപേര് കയറിയത് മോഹൻലാലാണ്. മോഹൻലാലിന് അറിയത്തില്ല പല ബൗണ്ടറീസ് എന്താണ്, എവിടെ ചെന്ന് എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെ ബിഹേവ് ചെയ്യണം, ഇവിടെ കയറാവുന്നതാണോ കയറാൻ പറ്റാത്തതാണോ എന്ന് പോലും തിരിച്ചറിവില്ലാത്ത ഒരു രവിയും ഒരു മോഹനും കൂടെ പോയതിന്റെ പ്രശ്നമാണ് അന്ന് കണ്ടത്. അപ്പൊ അതിനെപ്പറ്റി പറഞ്ഞാണ് എന്നെ പിടിച്ച് മറ്റേ ഇതാക്കിയത്. അവിടെ പോയപ്പോൾ എന്ത് പറ്റി, അവിടുത്തെ പട്ടാളക്കാരുടെ സമയം പോയി. അങ്ങനെ അറിയാത്തൊരു പ്രശ്നമുണ്ട് പലർക്കും. ഇവിടെ ചെയ്യുന്ന പോലെയാണോ അവിടെ ചെയ്യേണ്ടവരാണ് ഇവിടെ എന്നുള്ളൊരു ധാരണ പലർക്കും ഇല്ല. പലർക്കും ബിഹേവിയർ അറിയത്തില്ല. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പൊ ആശുപത്രി പോയാൽ ഞാൻ ആശുപത്രിയുടെ ആ ഡെക്കോറം മോശമാക്കുന്ന തരത്തിൽ ഞാൻ ബിഹേവ് ചെയ്യത്തില്ല. അന്ന് തമ്മിൽ വന്ന് ഇതിനകത്ത് വന്നപ്പോൾ കണ്ടില്ലേ, മരണ വീട്ടിൽ ചെന്നിട്ട് കാണിക്കുന്നത് പോകൃത്തരമാണെന്ന് മീഡിയക്കാർ. അപ്പൊ അത് എല്ലാ മീഡിയക്കാരും ചെയ്തൊന്നുമില്ല. എനിക്ക് വേണമെങ്കിൽ മരണ വീട്ടിൽ പോയി വീഡിയോ ഉണ്ടാക്കി എനിക്കും കിട്ടും ചിലപ്പോൾ ഡോളേഴ്സ് ഇല്ലേ. ഞാൻ പോകുന്നെങ്കിൽ ഞാൻ തന്നെ അവിടെ നിന്ന് എന്തെങ്കിലും പറയുക ചെയ്ത് എനിക്ക് കാശ് കിട്ടത്തില്ല. പക്ഷെ എന്തുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല? എന്തുകൊണ്ടായിരിക്കും ഞാൻ ഫോൺ റെക്കോർഡുകൾ എടുത്ത് ഈ ഇവന്മാർ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ ഇവിടെയുള്ള പലരും ചെയ്ത് കണ്ടന്റ് ഉണ്ടാക്കുന്നവരെ ചെയ്യാത്തത്? മനസ്സിലാകുന്നുണ്ട്. എല്ലാവരും പല കുറ്റങ്ങളൊക്കെ പറയായിരിക്കും. പക്ഷെ ഞാൻ ഇന്നുവരെ ആരുടെ പേഴ്സണൽ ലൈഫിൽ കയറി ഇടപെടുന്ന വീഡിയോ എടുത്തിട്ടില്ല. അവർ പറഞ്ഞ ചില സാധനത്തിന്റെ കമന്റ്സ് മാത്രമേ ഇവിടെ ഉള്ളൂ. അല്ലാതെ ഈ പലരും തെറ്റിദ്ധാരണ ഞാൻ മോഹൻലാലിനെ പറ്റിയാണ് പറഞ്ഞത്. മോഹൻലാലിനെ പറ്റി എന്നുള്ളതല്ല, മോഹൻലാൽ കൊണ്ട് ഉണ്ടാക്കിയ, മോഹൻലാലായിട്ട് പറഞ്ഞ ചില കാര്യങ്ങളിൽ പറയുമ്പോൾ മോഹൻലാൽ മനുഷ്യനാണ് അത് പറയുന്നത് കൊണ്ട് പേര് ഉപയോഗിക്കുന്നു. അല്ലാതെ ഇയാൾ പറഞ്ഞ കാര്യം വേറെ ആണെങ്കിൽ വെച്ച് പറയാൻ പറ്റത്തില്ല. അങ്ങനത്തെ വീഡിയോസ് ഞാൻ ചെയ്യാറുള്ളൂ. അല്ലാതെ ഇതിപ്പോൾ കണ്ടില്ല, ഇതിനെ പറ്റിയൊക്കെ പറയുന്നത് എന്തൊക്കെയാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ഇത്ര നാളത്തെ വീഡിയോ എടുത്ത് നോക്കും. അവരൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. അല്ലാതെ ഞാനായിട്ടൊന്ന് ഊഹിച്ചുണ്ടാക്കിയല്ലേ പുറകെ നടന്ന് ഒളിഞ്ഞു നോക്കി ജനലിനടക്കൂടെ പാത്തിരുന്ന് ക്യാമറ എടുത്ത് സ്ഥിരം ക്യാമറ ഷൂട്ട് ചെയ്യുകയോ കോള് അവരുടെ അനുവാദം ഇല്ല റെക്കോർഡ് ചെയ്ത് പബ്ലിഷ് ചെയ്യുകയോ ചെയ്യത്തില്ല. അത്രയൊക്കെ എന്നെ കൊണ്ട് പറ്റുന്നൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിനകത്ത് ചിലപ്പോൾ ചെയ്യാം, ചിലപ്പോൾ ഇടയ്ക്ക് വല്ല പൊളിറ്റിക്കലി ഇൻകറക്റ്റ് എന്നോ അല്ലെങ്കിൽ അബ്യൂസീവ് എന്നോ അല്ലെങ്കിൽ മറ്റേ എന്താ പറയുക അൺപാർലമെന്ററി എന്നൊക്കെ പറയുന്നത് ചില വാക്കുകൾ, അത് മൈരെന്നുള്ളത് അങ്ങനെ അല്ല. പക്ഷെ ചില സാഹചര്യങ്ങൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ചിലപ്പോൾ അത് ഉപയോഗിച്ചാൽ അത് വേറെ രീതിയിൽ എടുക്കാം എന്നുള്ള തരത്തിലുള്ള പ്രശ്നം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അത് ഒറ്റ സ്ഥലത്തേ ഉള്ളൂ. അല്ലാതെ പറഞ്ഞെല്ലാം തെറ്റാണ് എന്ന് പറഞ്ഞാൽ പകുതിയല്ല, ഒരു 98% അല്ല. തെറ്റുകളുള്ളത് ചിലപ്പോൾ വല്ല സയന്റിഫിക് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ വല്ല സ്ഥലങ്ങളായിരിക്കും, അല്ല അങ്ങനെ വല്ല അറിയാത്ത വിഷയം പറഞ്ഞാലേ ഉള്ളത്. അതായത് നമ്മൾ ഊഹാപോഹം പറയത്തില്ലേ, അവിടെ വല്ലതും ചിലപ്പോൾ മാറിപ്പോയല്ല. ഇയാളെ പറ്റി പറഞ്ഞ അഭിപ്രായം ഇയാൾ അങ്ങനെ അല്ലാന്നോ, പിന്നീട് അങ്ങനെ നമ്മുടെ അനാലിസിസ് ചിലപ്പോൾ അത് ഞാൻ തന്നെ ഉണ്ടാക്കുന്ന ഒരു പരിപാടി അതുകൊണ്ടാണ്. പക്ഷേ ഇവിടെ രേണുസുധിയുടെ കേസ് ഇങ്ങനെ തന്നെയാണ്. രേണുസുധിക്ക് ക്യാൻസർ ഇല്ല ഉണ്ടോ ഇല്ലയോ ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ പറഞ്ഞു വരുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമേ ഇല്ല. അങ്ങനെ എത്ര പേർക്ക് പറ്റിയിട്ടുണ്ട് ഇവിടെ? അതാണ് പ്രശ്നം. അത് അവർക്ക് ആ സാധനം ഇന്ന സ്ഥലത്ത് ഇടപെടാൻ അറിയാത്തതുകൊണ്ട് പറ്റിയതാണ്. എല്ലാത്തിനും ഒരുപോലെ കാണാൻ പറ്റത്തില്ല.